ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ അഷിതയുടെ വർഷപൂജയാണ്. മൂന്നാമത്തെ വർഷപൂജ. കോഴിക്കോടത്ത് നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു പരിപാടിയാണ് അഷിതയുള്ളത്. അഷിതയുടെ വർഷപൂജ ചടങ്ങിലോട്ടാണ് നിങ്ങളെ ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നത്. ഇപ്പോൾ മഴവിൽ ജീവിതം ചാനലിലൂടെ നിങ്ങൾക്ക് അഷിതയുടെ വർഷപൂജ കാണാം, ആ ചടങ്ങുകൾ കാണാം, സെലിബ്രേഷൻ കാണാം. മഴവിൽ ജീവിതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തണം. അപ്പോൾ നിങ്ങളുടെ സ്വന്തം ക്ലാസ്സില ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് വർഷപൂജ വീഡിയോ ആണ്. കോഴിക്കോട് 2ാം ഗേറ്റിൻ്റെ അവിടെ പാരമൗണ്ട് ടവറിലാണ് ഈ വർഷപൂജ ചടങ്ങുകളൊക്കെ നടക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് വർഷപൂജ ചടങ്ങിലേക്ക് പോകാം. എല്ലാരും ഒരുക്കി കഴിഞ്ഞപ്പോ ഞാൻ ഭയങ്കര ബിസി ആയി പോയി. അവസാനം ഈ പോകാ ഒരു ടച്ചപ്പ് അല്ലേ. അഷിതയുടെ വർഷപൂജ നടക്കുന്ന ഹാളിലേട്ടാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. ഈ ഹാൾ സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് 2ാം ഗേറ്റിനടുത്തുള്ള പാരമൗണ്ട് ഓഡിറ്റോറിയത്തിലെ ഫസ്റ്റ് ഫ്ലോറിലാണ്. ഒരുപാട് ഫങ്ഷൻസ് നമ്മളിവിടെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ട്രാൻസ് കമ്മ്യൂണിറ്റിൻ്റെ ഇടയിലുള്ള ഒട്ടുമിക്ക ഫങ്ഷൻസും ഇവിടെ വെച്ച് നടത്തപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഹാള് നിങ്ങൾക്ക് സുപരിചിതമായിരിക്കും. നമ്മൾക്ക് വെരി കംഫർട്ടായിട്ടുള്ളൊരു ഹാളാണ്. ഇതാ സന്തോഷി മാതയ്ക്ക് പടുക്ക വെക്കാനായിട്ട് വാഴയിലെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. സന്തോഷി മാതയാണ് ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ ആരാധിക്കപ്പെടുന്ന ഒരു ദൈവിക സങ്കല്പം. ഹായ് ഹായ് ശശികല മേഡം. സർപ്രൈസ്. ഹായ്, നമസ്കാരം സുഹൃത്തുക്കളെ. അപ്പോൾ ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ അഷ്ടമമ്മിയുടെ വർഷപൂജ ചടങ്ങാണ്. അപ്പോൾ ഈ ഡെക്കറേഷനുകളും എല്ലാം ഉള്ളത് കോഴിക്കോട് പാരമൗണ്ട് ടവറിലാണ്. നമ്മളുടെ സോഫ റെഡി ആയിട്ടുണ്ട്, അഷ്ടമമ്മി റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അടിപൊളിയായിട്ടുള്ള ഒരു ഫംഗ്ഷനാണ്. പിന്നെ എന്ന് വെച്ചാൽ പൂജ കാര്യങ്ങളൊക്കെ പതുക്കെ വെക്കുന്നു. എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്ന നല്ലൊരു ചടങ്ങാണ്. നമുക്ക് ഡെക്കറേഷനൊക്കെ സൂപ്പറാണ്. എല്ലാവരും നല്ലൊരു വൈബിലാണ്. പ്രത്യേകിച്ച് കോഴിക്കോടിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ട്രാൻസ് കുട്ടികളെല്ലാവരും നല്ല രീതിയിൽ അണിഞ്ഞൊരുങ്ങി ഒരു പൂജാ ചടങ്ങിനെ ഭംഗിയാക്കാനായിട്ട് വരുന്നതാണ്. ട്രാൻസ് വ്യക്തികൾക്ക് എല്ലാവർക്കും ഒരുമിക്കാനുള്ള അവസരമാണ്. പണ്ടൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ സംഘടനയുടെ വാർഷികമൊക്കെ കാത്തിരിക്കണം. ഇപ്പോഴും മിക്കപ്പോഴും പ്രോഗ്രാമാണ്. എല്ലാവരും യൂണിറ്റിയാണ്, എല്ലാവർക്കും ഒരു സന്തോഷമാണ്. എല്ലാവർക്കും ഈ വർഷപൂജ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഓക്കെ, ഹിജ്റ കൾച്ചറൽ പ്രകാരം വിശ്വസിച്ച് ആരാധിക്കുന്ന ദൈവിക സങ്കല്പമാണ് സന്തോഷി മാത. സന്തോഷി മാതയുടെ വലിയ ചിത്രം വെച്ച് അലങ്കരിച്ച് അതിന് മുന്നിൽ നമ്മൾ പൂക്കളും അലങ്കാരങ്ങളും ദീപങ്ങളും എല്ലാം വെക്കും. പിന്നെ സന്തോഷി മാതയ്ക്ക് അർപ്പിക്കുന്ന നിവേദ്യങ്ങളാണ് ഈ പടുക്ക എന്നുള്ള പേരിൽ നമ്മൾ ഈ പലഹാരങ്ങളെല്ലാം കൂമ്പാരമാക്കി വെക്കുന്നത്. അപ്പോൾ നല്ലൊരു പൂജയാണ് ഇതിൽ നടക്കുന്നത്. വളരെ ആചാരപൂർവ്വം ഭക്തി പുരസ്കരം പൂജയ്ക്ക് തയ്യാറാകും. ഇവിടെ ഇപ്പോഴെല്ലാതും നമ്മുടെ ട്രാൻസ് വ്യക്തികൾ തന്നെയാണ് ഈ പടുക്ക ഒരുക്കുന്നതും സന്തോഷി മാതയുടെ ചിത്രം അലങ്കരിക്കുന്നതും എല്ലാം പൂജ ചെയ്യുന്നതും ഒക്കെ ട്രാൻസ് വ്യക്തിത്വങ്ങൾ തന്നെയാണ്. അതിൽ നിന്ന് പുറത്തുനിന്നൊന്നും ആരും വരില്ല. ട്രാൻസ് വ്യക്തികൾ തന്നെയാണ് ആ പൂജകളെല്ലാം നിർവഹിക്കാറ്. ഇതൊരു ഈവനിങ് ഫംഗ്ഷനാണ്. ഇതാ ഹാളിൽ പൂജക്കുള്ള തയ്യാറെടുപ്പുകളും സ്റ്റേജും എല്ലാം റെഡിയായി. ഇനി വർഷപൂജ ആഘോഷിക്കുന്ന അഷിതയെ ഇങ്ങോട്ട് ആനയിച്ച് കൊണ്ടുവരാൻ പോവുകയാണ്. അങ്കനമാർ എത്തിയിരിക്കുന്നു. ഹായ്, റെഡിയായോ? സുഖാണോ സെബിയ?
coming here. അപ്പോൾ നമുക്ക് അശ്വനെ കഴുത്ത് ഇങ്ങോട്ട് വെച്ചത് Si mata
जय माता संतोषी माता जय जय माता संतोषी माता 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 संतोषी माता जय माता संतोषी माता 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 संतोषी माता संतोषी माता संतोषी माता जय जय माता संतोषी माता जय जय माता संतोषी माता जय जय माता മാറ്റണ്ടേ? പൂജാ ചടങ്ങുകളെല്ലാം കഴിഞ്ഞാൽ സന്തോഷ് മാതയ്ക്ക് അർപ്പിച്ച പടുക്കാദ്രവ്യങ്ങളായ മധുര പലഹാരങ്ങളും പഴങ്ങളും എല്ലാം തന്നെ നൈവേദ്യമായി സ്വീകരിച്ചുകൊണ്ട് എല്ലാവരും പങ്കിട്ട് ഭക്ഷിക്കും. ശാസ്ത്രീയ നൃത്തകലയിൽ ഒരുപാട് ബഹുമതികളും പുരസ്കാരങ്ങളും ഏറ്റുവാങ്ങിയ പ്രശസ്ത നർത്തകി സിയ പവൽ അവതരിപ്പിച്ച രംഗപൂജയോടുകൂടിയാണ് കലാമാമാങ്കത്തിന് ഇവിടെ അരങ്ങുണർന്നത്. അക്ഷിതയുടെ വർഷപൂജ ചടങ്ങുകളുടെ ഭാഗമായി നടന്ന ആഘോഷ രാവിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അടുത്ത വീഡിയോസിൽ കാണാം എന്ന പ്രതീക്ഷയോടുകൂടി തൽക്കാലം ഈ വീഡിയോ നിർത്തുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തണം. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.